യൂണിറ്റി എവിടെയാണ് ഇതില്ലാത്തത് അതെല്ലാം മനസ്സിലാക്കാൻ കിട്ടിയ അവസരമാണ്. എന്തായാലും കോൺഗ്രസിന്റെ UDFന്റെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട എന്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ VD സതീശന് എല്ലാ അനുമോദനങ്ങളും അറിയിക്കുന്നു. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. CPM സംസ്ഥാന സമിതിയിലാണ് തീരുമാനം. എല്ലാ അഭിനന്ദനങ്ങളും നിയുക്ത മുഖ്യമന്ത്രിക്ക് നേരുകയാണ്. ശ്രീ MA ബേബി. ഡോക്ടർ GV ഹരി, താങ്കൾക്ക് പോകാനുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ശ്രീത്ത് പറഞ്ഞതിനുള്ള മറുപടി. ശ്രീത്ത് അത് അങ്ങനെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായത്തെ ഞാൻ കാണുന്നുള്ളൂ. അദ്ദേഹം അങ്ങനെ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ലോക് ഭവനിലേക്ക് VD സതീശൻ എത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഗവർണറെ കാണുന്നതിന് വേണ്ടി സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള അവകാശവാദം ഉന്നയിച്ച് ഗവർണറെ കാണുന്നതിന് വേണ്ടി നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ലോക് ഭവനിലേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. സംസ്ഥാനത്ത് ഒരു ഭരണമാറ്റം സംഭവിക്കാൻ പോകുന്നു. തിങ്കളാഴ്ചയായിരിക്കും സത്യപ്രതിജ്ഞ നടക്കുന്നത്. നിയമസഭാ കക്ഷി നേതാവായി കോൺഗ്രസ് പാർട്ടി VD സതീശനെ ഔദ്യോഗികമായി തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ. പ്രതിപക്ഷ നേതാവായി സഖാവ് പിണറായി വിജയനെ ഏകണ്ഠമായിട്ട് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി, സഖാവ് പിണറായി വിജയൻ, സഖാവ് A വിജയരാഘവൻ ഉൾപ്പെടെയുള്ള PV മെമ്പർമാരും അതുപോലെ മറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും എല്ലാം പങ്കെടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗം ഏകണ്ഠമായിട്ടാണ് സഖാവ് പിണറായി വിജയനെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ അപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.